മുംബൈ ഹാജി അലി ദർഗയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്ന് ബോംബെ ഹൈക്കോടതി. മുംബൈയിലെ പ്രശസ്തമായ ഹാജി അലി ദർഗയുടെ പവിത്ര സ്ഥാനത്ത് പ്രവേശിക്കാൻ സ്ത്രീകളെ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ബോംബെ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്കും ദർഗയ്ക്കുള്ളിൽ കടക്കാമെന്നും അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും മഹാരാഷ്ട്ര സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്ന അഹമ്മദ് നഗറിലെ ശനി ശിംഗാപൂർ ക്ഷേത്രത്തിലും നാസിക്കിലെ ത്രയംബകേശ്വർ ക്ഷേത്രത്തിലും പ്രവേശനം സാധ്യമായത് സാമൂഹ്യ പ്രവർത്തകരുടെ പ്രക്ഷോഭത്തെ തുടർന്നാണ്. ദഹിയണ്ടിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കോടതി വിധി മഹാരാഷ്ട്രയിലെ ജന്മാഷ്ടമി ആഘോഷങ്ങളുടെ നിറം കെടുത്തി. പലയിടങ്ങളിലും രാഷ്ട്രീയ നേതാക്കളുടെ പ്രകടന വേദികളാക്കി മാറ്റുന്ന പതിവ് കാഴ്ചയ്ക്കും ഉറിയടി സാക്ഷിയായി. മഹാരാഷ്ട്രയിൽ ദഹിയണ്ടിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ ഉറിയടി മത്സരങ്ങളിൽ നിന്നും മാറി നിന്നത് ഇക്കുറി ജന്മാഷ്ടമി ആഘോഷങ്ങളുടെ ആവേശം കെടുത്തി. अभी ये जो रूल आया हुआ है गवर्नमेंट का वो हमारे लिए बहुत घातक ही है क्योंकि हम तो चाहते हैं कि हमें फुल फ्रीडम होना चाहिए. രാഷ്ട്രീയ നേതാക്കളുടെ പ്രകടന വേദികളാക്കി ആഘോഷങ്ങളെ മാറ്റുന്ന പതിവ് കാഴ്ചയ്ക്കും ദഹിയണ്ടി കേന്ദ്രങ്ങൾ സാക്ഷിയായി. ജന്മാഷ്ടമി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന ഉറിയടിക്കുള്ള മനുഷ്യ പിരമിഡിന്റെ പരമാവധി ഉയരം 20 അടിയിൽ കൂടരുതെന്ന ഹൈക്കോടതി വിധി കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ശരിവെച്ചത്. 18 വയസ്സിൽ കുറവ് പ്രായമുള്ള കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതും നിരോധിച്ചിരുന്നു. എന്നാൽ ആഘോഷ കമ്മിറ്റികൾക്ക് ആവേശം പകർന്ന് ശിവസേനയും MNS രംഗത്തെത്തി. താനെയിൽ 49 അടി ഉയരത്തിൽ ദഹിയണ്ടി ഒരുക്കിയാണ് രാജ് താക്കറെ കോടതി വിധിയെ വെല്ലുവിളിച്ചത്. മുംബൈയിൽ ജന്മാഷ്ടമിയും ഉറിയടിയും അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. കോടികളും ലക്ഷങ്ങളും സമ്മാനമായി നൽകുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന ദഹിയണ്ടിയിൽ 7ഓ 8ഓ നില ഉയരമുള്ള മനുഷ്യ പിരമിഡുകളാണ് ഉണ്ടാകാറുള്ളത്. 2013 ദഹിയണ്ടിക്കിടെ മുംബൈയിൽ മാത്രം 678 പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത് 2014 360 പേരായപ്പോൾ പോയ വർഷത്തിൽ 129 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഉറിയടി ആഘോഷങ്ങൾ വിശ്വാസികളിൽ നിന്നും രാഷ്ട്രീയക്കാരുടെ തടിമിടുക്കിനും പൊങ്ങച്ചങ്ങൾക്കും വഴിമാറിയതോടെ ആചാരങ്ങൾ അണികളെ പാട്ടിലാക്കാനുള്ള പാർട്ടിക്കാരുടെ പ്രകടന വേദികളായി. കേരള സംഗീത നാടക അക്കാദമി പശ്ചിമ മേഖലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 3 ദിവസം നീണ്ടുനിന്ന നാടകക്കളരിക്ക് മുംബൈയിൽ സമാപനം. ഡൽഹി അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ പെർഫോമൻസ് സ്റ്റഡീസ് അസോസിയേറ്റ് പ്രൊഫസറായ ദീപൻ ശിവരാമനാണ് ക്യാമ്പ് നയിച്ചത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 40ഓളം കുട്ടികളാണ് നാടകക്കളരിയിൽ പങ്കെടുത്തത്. നവി മുംബൈ കേരളീയ സമാജത്തിൽ നടന്ന ശില്പശാലയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രിയ വർഗീസ്, ജയപ്രകാശ്, KA കുറുപ്പ്, ദീപൻ ശിവരാമൻ എന്നിവർ പങ്കെടുത്തു. നാടകത്തെ നെഞ്ചിലേറ്റുന്ന മറുനാടൻ മലയാളികളായ യുവപ്രതിഭകൾ കേരളത്തിലെ സംസ്കാരത്തെയും തനിമയെയും കാത്തുസൂക്ഷിക്കുന്നുവെന്നും അവർ കേരളത്തിലെ കുട്ടികളെപ്പോലെ തന്നെയാണ് മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്നതെന്നും ദീപൻ ശിവരാമൻ പറഞ്ഞു. ഈ മെട്രോ കോസ്മോളിറ്റൻ സ്വഭാവമുള്ള കുട്ടികളാണെന്ന് വിചാരിക്കുന്നത്. ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ദർ ഈസ് നോ മച്ച് ഡിഫറൻസ്. കേരളത്തിൽ ഇപ്പോൾ തൃക്കരിപ്പൂരോ തൃശ്ശൂരോ എറണാകുളത്തോ ഒക്കെ ഉള്ള അതേപോലെ തന്നെയുള്ള ചെറുപ്പക്കാരികളാണ് ഈ ബോംബെയിലുള്ളവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഖസാക്കിന്റെ ഇതിഹാസം 60 വർഷങ്ങൾക്ക് ശേഷമുള്ള പുനർവായനയാണെന്നും മറുനാട്ടിലെ മലയാളികൾക്ക് ഈ നാടകത്തിലൂടെ ഗൃഹാതുരത്വം ഓർമ്മപ്പെടുത്താൻ സാധിക്കുമെന്നും ദീപൻ അഭിപ്രായപ്പെട്ടു. നമ്മൾ 10-60 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും വായിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ഒരു മറന്നുപോയിട്ടൊരു ചരിത്രത്തെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു സാംസ്കാരിക കാലഘട്ടത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മുംബൈയിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ നാടകവർഷം ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് നാടകക്കളരി സംഘടിപ്പിക്കുന്നതെന്ന് കോർഡിനേറ്റർ പ്രിയ വർഗീസ് പറഞ്ഞു. നാടകത്തിന് വ്യക്തമായ ദിശാബോധം നൽകണമെന്നും പുതിയ നാടക സങ്കല്പങ്ങളെ ആളുകളിൽ എത്തിക്കണമെന്നും പരിശീലനം നടത്തണമെന്നുള്ളതാണ് അതിന്റെ പ്രധാനമായ ഒരു കാഴ്ചപ്പാട്. യുവ കലാകാരന്മാർക്ക് പ്രോത്സാഹനമായിട്ടാണ് ഇത്തരം വേദികൾ സംഘടിപ്പിക്കുന്നതെന്ന് കേരള സംഗീത നാടക അക്കാദമി പശ്ചിമ മേഖലയുടെ പ്രസിഡന്റ് ജയപ്രകാശ് PD അഭിപ്രായപ്പെട്ടു. യങ്സ്റ്റേഴ്സ് അവർക്കൊക്കെ ഫ്യൂച്ചറിൽ നാടകത്തോടുള്ള നമ്മൾ അവരോട് കാണിക്കുന്ന റെസ്പോൺസിബിലിറ്റിയും അതനുസരിച്ച് അവർ നാടകവുമായിട്ട് കൂടുതൽ അടുക്കുമെന്നുള്ള പ്രത്യാശയാണ് അക്കാദമിക്കുള്ളത്. കേരളത്തിന്റെ തനിമയും സംസ്കാരവും പുതിയ തലമുറയിലേക്ക് പകർന്നാടുവാൻ ഇത്തരം നാടകക്കളരികൾ പ്രയോജനപ്പെടുമെന്ന് ന്യൂ ബോംബെ കേരള സമാജം പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. നാടകക്കളരി കൊണ്ട് പുതിയ തലമുറയെ സംഘടനയുമായിട്ട് അടുപ്പിക്കുവാനും അതുപോലെ തന്നെ മലയാള ഭാഷയും സംസ്കാരവും പുതിയ തലമുറയ്ക്ക് വളർത്തിയെടുക്കാൻ നാടകം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പഴയ നാടകസങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമായി നൂതന ശൈലിയുടെ മികവ് കൊണ്ട് സമ്പന്നമായ നാടകങ്ങൾ പരിചയപ്പെടുത്തുവാൻ ഖസാക്കിന്റെ ഇതിഹാസം പോലുള്ള നാടകങ്ങൾക്ക് കഴിയുമെന്ന് നാടക പ്രവർത്തകനായ സുരേന്ദ്രബാബു പറഞ്ഞു. മറാഠി നാടകവേദിയിലും ഹിന്ദി നാടകവേദിയിലും മറ്റു ഭാഷാ നാടകങ്ങളിലും ഉണ്ടാകുന്ന പുതിയ പ്രവണതകൾ കണ്ടറിഞ്ഞിട്ടും വേണ്ട രീതിയിൽ അത് ബോംബെ മലയാള നാടകവേദിയിലേക്ക് പറിച്ചു നടാനായിട്ട് കഴിയാത്ത
ഒരു ഖേദം എനിക്കിപ്പോഴുമുണ്ട്. അതൊരു പക്ഷേ ഖസാക്കിലൂടെ പുതിയ ഈ നാടക വർക്ക്ഷോപ്പുകളിലൂടെ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. നാടകത്തിന് പുറമെ സംഗീതത്തിന് പ്രാധാന്യം നൽകി പാട്ടോട് പാട്ട് എന്ന ഒരു കൂട്ടായ്മയ്ക്കും പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് കൺവീനർ പ്രേംകുമാർ പറഞ്ഞു. സമുദ്രം പോലെ കിടക്കുന്ന സംഗീതത്തെപ്പറ്റി കുറച്ചെങ്കിലും അറിയാൻ നമ്മുടെ മലയാളി കുട്ടികൾക്കും ബോംബെ നിവാസികൾക്കും ഒരവസരമായിരിക്കും ഈ പാട്ടോട് പാട്ട് എന്നുള്ള പരിപാടി. യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ച് 3 ദിവസത്തെ നാടകക്കളരിക്ക് കേരളീയ സംഗീത നാടക അക്കാദമി അവസരമുണ്ടാക്കി കൊടുത്തതിൽ സന്തോഷിക്കുകയാണ് മുംബൈയിലെ നാടകപ്രേമികളായ യുവതലമുറ. എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളടുത്ത് നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ചോർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഗുരുജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന കലോത്സവത്തിന്റെ നവി മുംബൈ മേഖലാ മത്സരങ്ങൾക്ക് പരിസമാപ്തി. SNDP യോഗം മുംബൈ താനെ യൂണിയൻ ഗുരുജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി നവി മുംബൈ മേഖലാ കലോത്സവം ഫ്രൂട്ട്വാല കൾച്ചറൽ ഹാളിൽ വെച്ച് നടന്നു. 10 മാസം പ്രായമുള്ള സിയ പ്രസാദ് മുതൽ 50 വയസ്സുവരെയുള്ളവർ പങ്കെടുത്ത വാശിയേറിയ മത്സരത്തിൽ 100ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. ചടുല ഭാവങ്ങളോടെയുള്ള ഭരതനാട്യത്തിൽ വാശിയിലുള്ള അന്നു വിജയൻ സീനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ജൂനിയർ വിഭാഗത്തിൽ നെരൂളിലെ ഹിയയും പൻവേലിലെ ജയലക്ഷ്മി ജയകുമാറും 1ാം സ്ഥാനത്തിന് അർഹരായി. ലാസ്യഭാവങ്ങളും ശൃംഗാരഭാവങ്ങളും കലർന്ന മോഹിനിയാട്ടത്തിന് സീനിയർ വിഭാഗത്തിൽ വാശിയിലെ ശ്രീലക്ഷ്മി സുരേഷ് 1ാം സ്ഥാനത്തെത്തിയപ്പോൾ പൻവലിലെ നയന പ്രകാശ് ജൂനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി. കേരളത്തിന്റെ തനത് കലയായ തിരുവാതിരക്കളിയിൽ സീവുഡിലുള്ള അനുരാധ ശശികുമാറും ടീമും പൻവലിലെ അനാമിക അനിൽകുമാർ ടീമും സമ്മാനം നേടി. നാടൻ തനിമയോടെയുള്ള നാടോടി നൃത്തത്തിൽ പൻവലിലെ രമ്യ പ്രസാദും ഗ്രൂപ്പും സീവുഡിലെ സാഗരിക സുദീപാൻ ടീമും സമ്മാനം നേടി. വാശിയിലെ സുജിത് ദേവദാസും കൂട്ടുകാരും സിനിമാറ്റിക് ഡാൻസിന്റെ മാസ്മരികതയിൽ സമ്മാനം നേടി കാണികളുടെ കയ്യടി നേടിയപ്പോൾ സീവുഡിലെ അമൃത ശശികുമാറാൻ ടീം ഒപ്പത്തിനൊപ്പം നിന്ന് സമ്മാനം കരസ്ഥമാക്കി. വാശിയേറിയ മത്സരങ്ങൾ കേരളത്തിന്റെ തനത് സംസ്കാരവും മലയാളി തനിമയും വിളിച്ചോതുന്നതായിരുന്നു. ചടുല ഭാവങ്ങളോടെയുള്ള ഭരതനാട്യവും ലാസ്യ ഭാവങ്ങളോടെയുള്ള മോഹിനിയാട്ടവും നാടൻ തനിമയെ പകർന്നാടിയ നാടോടി നൃത്തങ്ങളും തനത് കലയായ കൈകൊട്ടിക്കളിയും അരങ്ങുകൊഴിപ്പിച്ചപ്പോൾ കേരളത്തിലെ കലോത്സവ വേദിയെ ഓർമ്മിപ്പിച്ച പ്രകടനങ്ങളെ സദസ്സ് നിറഞ്ഞ കയ്യടിയോടെ സ്വീകരിച്ചു. മുംബൈ ശ്രീനാരായണ മന്ദിര സമിതിയുടെ കീഴിൽ SNG സിവിൽ സർവീസ് അക്കാദമി സംഘടിപ്പിച്ച ഓറിയന്റേഷൻ പ്രോഗ്രാമിന് മികച്ച പങ്കാളിത്തം. മലയാളികളെ സിവിൽ സർവീസ് രംഗത്തേക്ക് തയ്യാറാക്കുകയാണ് മന്ദിരസമിതിയുടെ ലക്ഷ്യമെന്ന് സമിതി പ്രസിഡന്റ്. സിവിൽ സർവീസിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആകർഷകമായ വ്യക്തിത്വവും പഠനത്തെ ആസ്വദിക്കുന്നവരുമായിരിക്കണമെന്ന് ന്യൂഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സങ്കൽപ് അക്കാദമി മേധാവി സന്തോഷ് കുമാർ തനേജ പറഞ്ഞു. കൂടാതെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ സ്ഥിരമായി വായിക്കണമെന്നും ഇതിനകം 500ഓളം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ രാജ്യത്തിന് സമർപ്പിച്ച സന്തോഷ് പറഞ്ഞു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടത് ആത്മവിശ്വാസമുള്ള ശരീരഭാഷയാണെന്ന് മുൻ ഹരിയാന അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജി പ്രസന്നകുമാർ പറഞ്ഞു. That will show on his face. If that person is indifferent to whatever is happening around, that will show on his face, and we can easily read the. മഹാരാഷ്ട്ര മുൻ ചീഫ് സെക്രട്ടറി ജോണി ജോസഫ് വിശിഷ്ടാതിഥിയായിരുന്നു. കേരളത്തിലെ ഇൻസ്പിരിറ്റ് അക്കാദമി മേധാവി കെ സംഗീത്, സീനിയർ ഫാക്കൽറ്റി ശോഭൻ ജോർജ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മലയാളികളെ സിവിൽ സർവീസ് രംഗത്തേക്ക് തയ്യാറാക്കുകയാണ് മന്ദിരസമിതിയുടെ ലക്ഷ്യമെന്ന് സമിതി പ്രസിഡന്റ് എൻ ശശിധരൻ പറഞ്ഞു. സമിതി ജനറൽ സെക്രട്ടറി NS സലീം കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി OK പ്രസാദ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശന പരീക്ഷയും നടന്നു.
റോഡ് സുരക്ഷാ സന്ദേശവുമായി നവി മുംബൈയിലെ തിലക് കോളേജിലെ വിദ്യാർത്ഥികൾ ട്രാഫിക് പോലീസുമായി ചേർന്ന് ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ചു. സുരക്ഷാ സന്ദേശങ്ങൾ ലിഖിതപ്പെടുത്തിയ പ്ലക്കാർഡുമേന്തിയാണ് ഇവരെല്ലാം നഗരത്തിലെ തിരക്ക് പിടിച്ച റോഡിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. വാഹനങ്ങളുടെ മരണപ്പാച്ചിലാണ് പ്രധാനമായും അപകടങ്ങൾ വരുത്തിവെക്കുന്നതെങ്കിലും അശ്രദ്ധമായ ഡ്രൈവിംഗ്, റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ, ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിലെ അഴിമതികൾ എന്നിവയെല്ലാം റോഡ് അപകടങ്ങളുടെ ക്രമാതീതമായ പെരുകലിന് കാരണമാകുന്നുണ്ട്. റോഡ് നിയമങ്ങൾ, ട്രാഫിക് ചിഹ്നങ്ങൾ, സുരക്ഷിത ഗതാഗതത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ട്രാഫിക് സംസ്കാരത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന മുദ്രാവാക്യങ്ങളടങ്ങിയ പോസ്റ്ററുകളും പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥികൾ തെരുവിൽ ഇറങ്ങിയതോടെ സുരക്ഷിത യാത്രയുടെ സന്ദേശം പകരുന്ന ബോധവൽക്കരണ പരിപാടിക്ക് സമീപവാസികളും പിന്തുണയുമായി എത്തി. വിദ്യാർത്ഥികളോടൊപ്പം തിലക് കോളേജിലെ അധ്യാപകരും ഈ സംരംഭത്തിന്റെ ഭാഗമായിരുന്നു. ഇത്തരം ബോധവൽക്കരണത്തിലൂടെ സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിയുമെന്ന സന്തോഷത്തിലാണ് തിലക് കോളേജിലെ വിദ്യാർത്ഥികൾ. അശ്രദ്ധമായ ഡ്രൈവിംഗ്, മദ്യം ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് എന്നിവ ഒഴിവാക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെയും അഭിപ്രായം. എന്നാൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനായി പോലീസുകാരുടെ സഹായത്തോടെ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്യാമ്പിനരികിൽ ഹെൽമറ്റ് വയ്ക്കാതെ ബൈക്കിൽ സഞ്ചരിച്ച യുവാവിന് പിഴയടപ്പിച്ച് പോലീസുകാരൻ സ്വയം ഹെൽമറ്റില്ലാതെ ബൈക്കിൽ പോകുന്ന കാഴ്ച മറ്റൊരു വിരോധാഭാസമായി. എസ് കുമാർ ജ്വല്ലറിയുടെ 6ാമത് ഷോറൂമിന്റെ ഉദ്ഘാടനം ഥാനയിൽ നടൻ ജയസൂര്യയും മറാഠി നടി സൊനാലി കുൽക്കർണിയും ചേർന്ന് നിർവഹിച്ചു. സാമൂഹ്യ, വ്യവസായ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. എസ് കുമാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഥാനയിൽ ആരംഭിച്ച 6ാമത് ഷോറൂം നടൻ ജയസൂര്യ ഉദ്ഘാടനം ചെയ്തു. ഷോറൂമിലെ ആദ്യ സെയിൽ വ്യവസായി രാജൻ നായർക്ക് നൽകി ജയസൂര്യയും മറ്റ് വിശിഷ്ടാതികളും ചേർന്ന് നിർവഹിച്ചു. തുണി വ്യവസായ രംഗത്തും ട്രാവലിംഗ് രംഗത്തും തനിക്ക് മുംബൈ മലയാളികളും മറ്റു ഭാഷക്കാരും നൽകിയ പ്രചോദനമാണ് സ്വർണ്ണ വ്യാപാരത്തിലേക്ക് കാലൂന്നുവാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് എസ് കുമാർ അഭിപ്രായപ്പെട്ടു. തുണി വ്യവസായ രംഗത്തും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ലൈനിലും എനിക്ക് മുംബൈ നിവാസികളായ എല്ലാ മലയാളി സുഹൃത്തുക്കളും സഹോദരന്മാരും എനിക്ക് നൽകിയ പ്രചോദനം, അവർ എന്നിൽ ഉറപ്പിച്ച വിശ്വാസം, ഞാൻ അവർക്ക് നൽകിയ വിശ്വാസം, ആ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ജുവലറി രംഗത്തേക്ക് വരുവാൻ എന്നെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ചെറിയ തുടക്കത്തിലൂടെ കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ ആലങ്കാരികതയുടെ അകമ്പടിയില്ലാത്ത വാക്കുകൾ കൊണ്ടാണ് അതിഥികളെ അഭിസംബോധന ചെയ്തത്. നന്ദി പറയുവാനുള്ളത് എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛനോടും അമ്മയോടും. ശ്രീവീണ സ്വാഗതവും വിഷ്ണുപ്രസാദ് നന്ദിയും പ്രകാശിപ്പിച്ച ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, വ്യവസായ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഡ്രാക്കുള, CID മൂസ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ നടൻ സുധീർ, മറാഠി നടി സൊനാലി കുൽക്കർണി തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു. ആത്മാർത്ഥതയും അർപ്പണബോധവുമാണ് എസ് കുമാർ എന്ന സ്വർണ്ണ വ്യാപാരിയുടെ വിജയരഹസ്യമെന്ന് നടൻ ജയസൂര്യ പറഞ്ഞു. ഒരു ജ്വല്ലറി തുടങ്ങാം, നമുക്ക് അവിടെ നിന്ന് ഇവിടത്തൊക്കെ കടം മേടിച്ചു എങ്ങനെയെങ്കിലുമൊക്കെ തുടങ്ങാം. പക്ഷേ ഏതൊരു ഫീൽഡിലും നിലനിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിന് എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കരമായിട്ടൊരു ഫോക്കസും ഡെഡിക്കേഷനും അതുപോലെ തന്നെ അപ്ഡേഷനും, കാലത്തിനനുസരിച്ച് മാറുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. എന്നാൽ മുംബൈയിൽ ജ്വല്ലറി രംഗത്ത് നടത്തുന്ന ജൈത്രയാത്രയ്ക്ക് അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നത് മലയാള സിനിമയോടാണെന്ന് ജയസൂര്യ തന്റെ സ്വതസിദ്ധമായ നർമ്മത്തിലൂടെ അവതരിപ്പിച്ചപ്പോൾ സദസ്സിൽ നിറഞ്ഞ കയ്യടി. അദ്ദേഹം ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് മലയാള സിനിമയിലേക്ക് വേണ്ടി ഒരു പടം ചെയ്യാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിനെ ആരൊക്കെ കൂടി പറ്റിച്ചു. അങ്ങനെ അവിടെ നിന്ന് നാട് വിട്ട് അദ്ദേഹം ഇവിടെ വന്നു, ബിസിനസ് തുടങ്ങി, സക്സസ് ആയി. അപ്പൊ അദ്ദേഹം മലയാള സിനിമയോടാണ് അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങനെ പറ്റിച്ചില്ലായിരുന്നു ഒരിക്കലും അദ്ദേഹം ഇതുപോലത്തെ ഒരു ജ്വല്ലറി ഉടമ ആവില്ലായിരുന്നു. ആരാധകരുടെ നിർബന്ധത്തിൽ ഒരു തമിഴ് സിനിമാ ഗാനം പാടിയാണ് ജയസൂര്യ വേദി വിട്ടത്. നൃത്തത്തിന് ഭാഷയില്ലെന്ന് തെളിയിക്കുകയാണ് മുംബൈയിലെ മലയാളിയായ നൃത്താധ്യാപിക. ബദിരയും മൂകയുമായ ജാൻവി ഭരതനാട്യത്തിന്റെ ചുവടുകൾ സ്വായത്തമാക്കിയത് ചലനങ്ങൾ കണ്ടുപിടിച്ചാണെന്ന് അധ്യാപികയായ ശ്രീജ വാര്യർ പറയുന്നു. ഇത് ജാൻവി സംഗീതത്തിൻ്റെ മാധുര്യമോ ശ്രുതിഭംഗത്തിൻ്റെ അസ്വസ്ഥതയോ നട്വാംഗത്തിൻ്റെ ശബ്ദവീചിയോ അറിയാതെ
ഗുരുമുഖ ചലനങ്ങളിൽ നിന്നും മാത്രം നൃത്തം കൊണ്ടറിഞ്ഞ് നിറഞ്ഞു കളിക്കുന്ന ഈ മഹാരാഷ്ട്രീയൻ കുട്ടി. ശബ്ദം കേൾക്കാനോ വർത്തമാനശേഷിയോ ഇവർക്കില്ല. കുട്ടിയിലുള്ള കലാവാസന രക്ഷിതാക്കൾ 3 വയസ്സിൽ TV നൃത്തം കണ്ട് ഒപ്പം വയ്ക്കാൻ ശ്രമിക്കുന്ന ചുവടുകളിൽ കണ്ടെത്തി. ഇവളെ പഠിപ്പിക്കാൻ പല ഡാൻസ് അധ്യാപകരെയും സമീപിച്ചപ്പോഴും കുട്ടിയുടെ ബധിരത തയ്യാറല്ലാത്ത അധ്യാപകരുടെ മൂകതയായിരുന്നു ഉത്തരം. टाइम पे इधर ये चालू था हमारा भरतनाट्यम और कथक, तो मैंने एक बार कथक वाले को पूछा, तो कथक वाले ने बोला कि हम लोग से नहीं होएगा क्योंकि वो ऑलरेडी डेफ है करके. ഇവിടെയാണ് മലയാളിയായ ശ്രീജ വാര്യർ ഈ ഉദ്യമം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തിരഞ്ഞെടുക്കുന്നത്. ചെവി കേൾക്കില്ല, മിണ്ടാൻ വയ്യാത്തൊരു കുട്ടിയാണ്. അപ്പം പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞാൽ ശ്രമിക്കാം, നമുക്ക് ഒരു ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റില്ല, അറിയില്ല എനിക്ക് ഇങ്ങനത്തെ കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുടെ എങ്ങനെയാണ് അവർ പിക്കപ്പ് ചെയ്യാൻ അറിയില്ല. പിന്നെയെന്ന് വെച്ചാൽ നൃത്തം എന്ന് പറയുന്നതിന് ലാംഗ്വേജ് ഇല്ലല്ലോ, കൈമുദ്രകളിലെയും ചലനങ്ങളിലെയും നോക്കിയിട്ടാണ് അവൾ അത് നോക്കിയിട്ടാണ് പഠിച്ചെടുത്തിരിക്കുന്നത്. ഈ കുട്ടിയുടെ താളബോധമാണത്രേ ശ്രീജ വാര്യരെ ഇതിനു പ്രേരിപ്പിച്ചത്. ഞാൻ താളം കൊട്ടുന്ന താളത്തിൻ്റെ വടിയുടെ ചലനങ്ങളും എൻ്റെ ചുണ്ടിൻ്റെ ചലനങ്ങളും, ഇപ്പോൾ തെയ്യത്തെ എന്ന് പറയുമ്പോൾ ആ മൂവ്മെൻറ്റുകൾ നോക്കിയിട്ട് അവളത് പിക്കപ്പ് ചെയ്ത് പോവുകയാണ്. മുതിർന്ന കുട്ടികളെ മുന്നിൽ നിർത്തി ചുവടുകൾ പിഴയ്ക്കാതെ നൃത്തം വയ്ക്കാൻ പഠിപ്പിച്ചു. കുട്ടി ഉത്സാഹത്തോടെ അടവുകൾക്ക് ചുവടുകൾ വെച്ചു. ആദ്യകാലങ്ങളിലൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അവൾ നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ട് സീനിയർ സ്റ്റുഡൻസ് ആരെങ്കിലും ഒപ്പം നിന്നിട്ട് കളിച്ച് കാണിച്ചിട്ടു. അപ്പം അവർ അത് നോക്കി അതേപോലെ അവൾ ഫോളോ ചെയ്യും. പിന്നെ അവൾക്ക് ഐഡിയ കിട്ടി തുടങ്ങി എങ്ങനെയാണ് എന്നുള്ളത്. അവൾ സ്വയം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അവളുടേതായിട്ടുള്ളൊരു കഴിവിൽ തന്നെ അവൾ ഇൻട്രസ്റ്റോടുകൂടെ ഇന്ന് പറഞ്ഞു കൊടുക്കുന്നത് നാളേക്ക് അത്രയും പക്കയായിട്ട്. ഒപ്പമുള്ള കുട്ടികളാണ് ജാൻവിയുടെ സ്വപ്നത്തിന് ആക്കം കൂട്ടുന്നത്. ഈ ഡാൻസ് പഠനത്തിനിടയിലാണ് വലിയ ചിലവുള്ള ചെവിയുടെ ഓപ്പറേഷൻ നടത്തിയത്. 6.5 साल के बाद जो ऑपरेशन होने के बाद उसने ज़्यादा उसको ये हो गया उसका. ഇതിൻ്റെ ചിലവ് രാകേഷ് പരമ്പിന് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. തൃപ്പേക്കുളം വാര്യർ കുടുംബമാണ് ഇവരെ സഹായിക്കാനെത്തിയത്. രുദ്രം വാര്യരുടെ പ്രത്യേക നേതൃത്വത്തിൽ തൻ്റെ കുടുംബത്തിൻ്റെ സഹായം ഇവരിലെത്തിച്ചു. എൻ്റെ മോള് ഇവിടെ പഠിക്കുന്നുണ്ട്, ശ്രീജ ടീച്ചറുടെ. ഈ കുട്ടിയും ഒരുമിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കുട്ടിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലായപ്പോൾ, ടീച്ചർ ത്രൂ മനസ്സിലായപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ അതിന് തയ്യാറായിട്ട് വന്നു. ഇന്ന് പരാധീനതകൾ വിട്ടുമാറിയിട്ടില്ല എന്നിരുന്നാലും നൃത്തം ഒരു തപസ്യയായി ഇവർ കൊണ്ടുപോകുന്നു. എത്ര പറഞ്ഞാലും നന്മയുടെ കണികയുള്ള ടീച്ചറെ കുറിച്ച് പറയാൻ ഇവർക്ക് 1000 നാവാണ്. डांस उसको पसंद था, इसलिए वो भाग लेती थी ना डांस में, इसलिए हमने उसको ये पूछने का है, मेरे को डांस ही करने जाने का है, ऐसा बोल रही थी, इसलिए हमने यहाँ. ഇന്നല്ലെങ്കിൽ നാളെ ചുവടുകൾ ശബ്ദത്തിനൊപ്പം വയ്ക്കാനാകും എന്ന ആത്മവിശ്വാസമാണ് ടീച്ചർക്കും മാതാപിതാക്കൾക്കും. ഇത് സഫലമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഫാസ്റ്റ് ന്യൂസിയുടെ പൂർണ്ണമാണ്. കൂടുതൽ വാർത്തകൾക്ക് ട്യൂൺ കൈരളി ആൻഡ് പീപ്പിൾ TV.